ഫാമിലി വ്ളോഗേഴ്സ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിട്ട് കുറച്ച് നാളുകളായിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലേ? ഫാമിലി അനാവശ്യമായിട്ട് സ്വന്തം ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് നടക്കുന്ന നല്ല കാര്യങ്ങളല്ല. പണ്ടൊക്കെ നല്ല കാര്യങ്ങളായിരുന്നു. ഓണം ആഘോഷിക്കുന്നതും വിഷു ആഘോഷിക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും ഒക്കെ ജനങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു അത് ക്രിയേറ്റ് ചെയ്തത്. ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ വന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് ഫാമിലി നടക്കുന്ന ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അടിയും വഴക്കും പിണക്കവും പരിഭവവും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇറങ്ങിപ്പോവും, ചിലപ്പോൾ വിളിച്ച് കയറ്റും, ചിലപ്പോൾ ഉമ്മ കൊടുക്കും, ചിലപ്പോൾ തല്ലി പിടിക്കും. ഇതെല്ലാം ഫാമിലിയിൽ പണ്ടുതൊട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനെ വളരെ ഒരു ചെറിയ കാര്യത്തെ ഊതി വീർപ്പിച്ച് നിസ്സാരൊരു എന്താ പറയുക ഒരു കുമ്പള പോലിരിക്കുന്ന സാധനത്തെ വലിയ ബ്രഹ്മാണ്ഡ പ്രശ്നങ്ങളാക്കി ചിത്രീകരിച്ചുകൊണ്ട് അത് പിന്നെ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങ് നാറ്റിക്കുക. സത്യത്തിൽ ഇവർ സ്വയം നാറുന്ന അറിയുന്നില്ലെന്ന് തോന്നുന്നു. ജയല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞ കണക്കാണ് നമ്മൾ മലയാളത്തിൽ പറയും ഈ സ്വന്തം പല്ലിൽ കുത്തി നാറ്റിക്കുക എന്ന് പറയും. അതേ പരിപാടിയാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാരുടെ കുക്ക്ഡ് ആയിട്ടുള്ള സ്റ്റോറീസും ഉണ്ട്. അതായത് ഇത് മില്യൺ കണക്കിന് വ്യൂസ് കിട്ടണം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അമ്മയും മക്കളും അല്ലെങ്കിൽ മക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ഭാര്യ ഭർത്താവൊക്കെ ചേർന്നുകൊണ്ട് ഒരു ഫാമിലി ഡ്രാമ കളിക്കുന്ന ചില സീക്വൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം എന്തെങ്കിലും ഒരു സഡൻ ആവശ്യം വന്ന് കാണാം, അപ്പോൾ പൈസ സമ്പാദിക്കണം. ഇതിന് വലിയൊരു ഓഡിയൻസും ഈ രീതിയിലുള്ള ഒരു സീരീസിനുണ്ട്. അതായത് ആദ്യം ഒരു പ്രശ്നം പറയുന്നു, അതിൻ്റെ മറുഭാഗം പറഞ്ഞ് ആരാണോ എതിർസ്ഥാനത്ത് നിൽക്കുന്നത് അവർ കുറച്ച് വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നു. ഇവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് യൂട്യൂബ് ചാനൽസും കാണും. അത് നല്ല രീതിയിൽ ഗ്രോ ആവും. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. എന്നിട്ട് അവരൊക്കെ ഒരു ഫാമിലി ആയിട്ട് വീണ്ടും കഴിയും. നമ്മൾ ഈ ബെല്ലൈക്കൺ അടിച്ച് ഷെയർ ചെയ്ത നമ്മൾ മണ്ടന്മാരായിട്ട്. തീർച്ചയായിട്ടും. എന്തായാലും എനിക്കൊന്നും പക്ഷെ പ്രശ്നേഷിന്റെ കാര്യത്തിൽ അതൊരു ഡ്രാമയല്ല. അല്ല, പ്രശ്നേഷിന്റെ കാര്യത്തിൽ കുറച്ച് കടന്നുപോയെന്ന് പറഞ്ഞാൽ അത് പോലീസ് കേസ് വരെ എത്തുന്ന ലെവലിലേക്ക് എത്തി. ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ പോലീസ് കേസൊന്നും എത്തിയിട്ടില്ല. അതൊരു ഡ്രാമയാണ്, ഒരു സ്കാം ആണെന്ന് ഇപ്പോഴും അലിഗേഷൻസ് ഉണ്ട്. സത്യമേതാ കള്ളമേതാന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് നമുക്ക് ട്രിവാൻഡ്രത്തുള്ള ഒരു വ്ളോഗറാണ്, നമ്മൾ അവരുടെ പേരുകളൊന്നും പരാമർശിക്കുന്നില്ല. പക്ഷേ പ്രശ്നേഷിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴക്കാരൻ ഗ്രീൻ ഹൗസ് പച്ച വീട്ടിൽ പ്രശ്നേഷ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആകെ ചെറിയൊരു ഫാമിലി, അതായത് ഒരു അമ്മയും പെങ്ങളും ഭാര്യയും അയാളും അടങ്ങുന്ന വളരെ ചെറിയൊരു ഫാമിലിയിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സ്വന്തം പെങ്ങളെ ഉപദ്രവിക്കുക, അത് ഉപദ്രവിക്കുന്നത് കൂടാതെ അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ചേട്ടൻ എന്ന നിലയിൽ, ചേട്ടനാണ് തീർച്ചയായിട്ടും അല്ലേ, ഒരു ആങ്ങളെക്കാൾ അനിയനല്ല, ചേട്ടനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കേണ്ട. അതിന് പകരം അയാൾ ഈ പറയുന്ന ദേഷ്യത്തിൻ്റെ പുറത്ത്, ദേഷ്യം അതാണ് ഇമോഷൻ്റെ പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. അവർ നേരത്തെ ഒരു ശത്രുക്കളല്ല. അപ്പോൾ ആ ഇമോഷൻ്റെ പുറത്ത് ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു കൂട്ടുന്നു. അങ്ങനെ അത് പോലീസ് കേസ് ആകുന്നു, അത് ഡിഫമേഷൻ ആകുന്നു. അവസാനം ഈ പറയുന്ന പോലെ നിവർത്തികേടുകൊണ്ട് ആ പെൺകുട്ടിക്ക്, അതായത് ഈ പറയുന്ന പ്രശ്നേഷിൻ്റെ പെങ്ങൾക്ക് കേസ് കൊടുക്കേണ്ടി വരുന്നു. കാരണം ആ പെൺകുട്ടിയുടെ സ്വകാര്യമായിട്ടുള്ള, നമ്മളിപ്പോൾ അനിയനോടോ ചേട്ടനോടോ ബ്രദറിനോടോ കസിനോടോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ ലൈവായിട്ട് യൂട്യൂബിൽ വന്ന് ആൾക്കാരെ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥ. ആ പെൺകുട്ടിയുടെ ഫ്യൂച്ചർ എന്താണ് പിന്നീട്? എന്തായാലും ഈ പറയുന്ന അവർ രണ്ടുപേരും, ഈ പറയുന്ന പ്രശ്നേഷിൻ്റെ അമ്മയോ പെങ്ങളോ യൂട്യൂബേഴ്സ് അല്ല, അതവർ പറയുന്നുണ്ട്. ഞങ്ങളൊന്നും തന്നെ ലൈവ് കാണിക്കാറില്ല, ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. അത് വെച്ച് കാശുണ്ടാക്കുന്ന ആ വീട്ടിലെ ഒരേ ഒരാൾ ഈ പറയുന്ന പോലെ ഈ പ്രശ്നേഷൻ രോഹിത്താണ്. അദ്ദേഹത്തിൻ്റെ വൈഫുമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രീൻ ഹൗസ് കമ്പനി എന്ന് പറഞ്ഞൊരു ക്ലീനിങ് കമ്പനിയും ഉണ്ട്. അത് കൂടാതാണ് ആ കൂട്ടത്ത് പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നൊരു യൂട്യൂബ് ചാനലും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രയോജനം കിട്ടുന്ന ഒരേ ഒരു വ്യക്തി ഈ പ്രശ്നേഷാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ആദ്യമായിട്ട് ഈ പറയുന്ന ജനങ്ങളിൽ എത്തിക്കുന്നത് ഈ പെൺകുട്ടിയല്ല, പ്രശ്നേഷാണ്. തന്നെ തല്ലി ഇറക്കുന്നു മറ്റതാ. പക്ഷേ ഇതെല്ലാം ഉൾട്ടയടിച്ച് തിരിച്ച് പ്രശ്നേഷൻ തിരിച്ചു ചെല്ലുമെന്നും ഈ പെൺകുട്ടി കേസ് കൊടുക്കുന്നു പ്രശ്നേഷൻ വിചാരിച്ചില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം അവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. കോർട്ടിൽ നിന്ന് ജാമ്യം കിട്ടി. പേടിച്ചിട്ടുള്ള പുള്ളിയെ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് വീഡിയോ വന്നത് പുള്ളിയും ഭാര്യയും കൂടി ഒന്ന് വല്ലാതെ മെഴുകുന്നുണ്ട്, ന്യായീകരിച്ച് മെഴുകുന്നുണ്ട്. പുള്ളി നന്മവരം കളിക്കുന്നുണ്ട്. ഭാര്യയും പുള്ളിയും ആ വീടിന് വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നു ലോകത്തിലെ എത്ര മരുമക്കൾ അതിനുവേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭർത്താവിന്റെ വീടിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന മരുമകൾ, സ്നേഹനിധിയായ ഹാർഡ് വർക്കറായ മരുമകളും മകനും. എന്ത് തന്നെയായാലും അവരുടെ ആ ഭാഗ്യം അവർക്ക് നഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ പോയല്ലോ, ആ വീട്ടിൽ നിന്ന് പോയല്ലോ. എന്ത് തന്നെയായാലും കേസ് ആകുമെന്നും തനിക്ക് ജാമ്യമില്ലാത്ത അല്ലെങ്കിൽ നോൺ ബെയിലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഭവിച്ചത്. അത് ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് പ്രശ്നേഷ് വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും ജാമ്യം, ഇതിനു മുമ്പ് എന്താണ് പുള്ളിക്ക് പേടിയില്ലായിരുന്നു, പുള്ളി വാതറന്നേനല്ലോ. എന്നിട്ട് ഒളിവിലിരുന്നുകൊണ്ട് എന്തായാലും ജാമ്യം ഒപ്പിച്ചതിന് ശേഷം ഏതാണ്ട് 2 ദിവസത്തിന് ശേഷം പുള്ളി തന്നെ വന്ന് ഇപ്പോൾ കുറെ കാര്യങ്ങൾ വന്ന് പറഞ്ഞ് മെഴുകുന്നുണ്ട്. അത് അതായത് പദം പറക്കി പറയാന്നൊക്കെ പഴയ പെണ്ണുങ്ങളൊക്കെ, പഴയ പ്രായമുള്ള അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ, എന്നെ നീ നോക്കിയില്ലേടാ, നിന്നെ ഞാൻ വളർത്തിയതല്ലേടാ, നിനക്ക് ഞാൻ മരുന്ന് മേടിച്ചു തന്നില്ലേടാ, ആ കണക്ക് പറച്ചിലാണ് ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് താഴെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ദേവി ഇത് വീട്ടിലെ പ്രശ്നങ്ങൾ ഇനിയെങ്കിലും ഈ ചാനൽ വന്നിട്ട്. അതെ, എന്തായാലും ഈ പറഞ്ഞ പോലെ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, അതായത് അച്ഛൻ മരിച്ചിട്ട് കുറെ അധികം നാളുകളായി, ആ സമയത്ത് അച്ഛൻ ഉപേക്ഷിച്ചു പോയിട്ട് 6 വർഷമായി എന്നൊക്കെയാണ് പ്രശ്നേഷ് പറയുന്നത്, രോഹിത് പറയുന്നത്. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന സ്വർണം തന്നെയാണ് ഞാൻ വാങ്ങിയത്, അതൊന്നും
ഞാൻ ആയ സമയത്ത് വിൽക്കേണ്ടി അല്ലെങ്കിൽ ഞാൻ വിൽപ്പിക്കേണ്ടി വന്നിട്ടില്ല, എൻ്റെ അധ്വാനം കൂടി കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കണക്ക് അമ്മയ്ക്കും പെങ്ങൾക്കും ഹോട്ട്സ്റ്റാറിനും ഡിസ്നിക്കും ചാനലിലൊക്കെ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് TV പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ വീട്ടുകാർക്ക് വേണ്ടി ഓടി നടക്കുകയായിരുന്നു, സമ്പാദിക്കുകയായിരുന്നു. എല്ലാവരും കൂടെ അവസാനം എന്നെ തള്ളി പുറത്താക്കി, എന്നെ ഭാര്യ അടിച്ച് പുറത്താക്കി എന്നുള്ളതാണ് ഫ്രസ്ട്രേഷന്റെ ഒരു സൈഡ്, ഒരു പറച്ചിൽ. എന്തായാലും ഒരു ഉളുപ്പുമില്ലാണ്ട് ഫാമിലിയിൽ നടക്കേണ്ട അല്ലെങ്കിൽ ഫാമിലിയിൽ ഒതുക്കേണ്ട പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുന്ന എല്ലാ ആൾക്കാർക്കും പ്രശ്നേഷിന്റെ ഒരു പാഠമായിരിക്കണം. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ പോലെ സത്യം തിരിച്ചറിയാനായിട്ട് മലയാളികൾക്ക് പറ്റും. പ്രശ്നേഷ് പണ്ടേ ഒരു വാദ നായകനാണ്. എല്ലാത്തിനും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതൊരു ശീലമാക്കിയത് കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഈ രോഹിത്തിന് അങ്ങനെ ഒരു പേര് ചാർത്തി കൊടുത്തത്. പക്ഷെ ആദ്യഘട്ടങ്ങളിൽ നല്ലൊരു സംരംഭവുമായി മുന്നോട്ട് വന്നൊരു യുവ സംരംഭകൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അധ്വാനിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തി, കുറച്ചധികം ആൾക്കാർക്ക് അയാൾക്ക് ജോലി കൊടുക്കാനും സാധിച്ചു. നമ്മുടെ നാട്ടിൽ ഒരു ഒരു ആവശ്യത്തിന് ഒരു പുല്ല് ചെത്താനോ അല്ലെങ്കിൽ ഒന്ന് പറമ്പ് വൃത്തിയാക്കാനോ ഒക്കെ ഒരാളെ വിളിച്ചാൽ പോലും കിട്ടാത്ത സമയമാണ്. നമ്മൾ 1000 രൂപ കൊടുത്ത് വിളിച്ചാൽ പോലും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ആ ഒരു ജോലി വൃത്തിയായിട്ട് ചെയ്യണം എന്നില്ല. പക്ഷേ ഈ രോഹിത്തിന്റെ ഈ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് കാര്യങ്ങൾ സർവീസുകൾ ചെയ്തു കൊടുത്തു. അതെല്ലാ ക്ലീനിങ് സർവീസസ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ പോസിറ്റീവായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ താരമായിട്ട് ഈ രോഹിത്ത് വളർന്നു വരികയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രശ്നം കാണുകയും എവിടെ പോയി കഴിഞ്ഞാലും അതിൻ്റെ നെഗറ്റീവ് സൈഡുകൾ മാത്രം കാണുകയും ഒന്നുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ മാറുകയും ചെയ്തു. അതിനോടൊപ്പമാണ് ഏറ്റവും അവസാനം അയാളുടെ കമ്പനി വിപുലപ്പെടുത്താനായിട്ട് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങണം, ഇല്ലേ? ആ കാറ് വാങ്ങാൻ വേണ്ടി ഈ മാതാവിന്റെ അടുക്കെ അമ്മയെടുക്കെ പൈസ സ്വർണം ചോദിക്കുന്നു. അത് സ്വർണം ലോൺ വെച്ചിട്ട് ഇത് വാങ്ങാം, അല്ലെങ്കിൽ ഈ ഒരു കാറ് വാങ്ങാം എന്നുള്ളതായിരുന്നു പ്ലാൻ. അമ്മയെടുക്കുകയും ചേച്ചിയെടുക്കൊക്കെ പറഞ്ഞിരുന്നു, അനിയത്തിയെടുക്കുകയും പറഞ്ഞിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഇവരറിയാണ്ട് ഈ ഒരു ഗോൾഡിന്റെ കുറച്ച് ഭാഗം ഇയാള് വിറ്റെടുന്നാണല്ലേ അങ്ങനെയാണ് അവർ ആരോപിക്കുന്നത്. അതായത് ഈ പറയുന്ന പകുതി സ്വർണ്ണത്തിൽ 4 പവൻ 5 പവൻ കൊണ്ട് കൊണ്ടുപോയതിന് അതിന് പകുതി 2.5 പവന്റെ സ്വർണ്ണം അങ്ങനെയുള്ള വിറ്റു. ഇപ്പോഴത്തെ സ്വർണ്ണ വിലയ്ക്ക് ഏതാണ്ട് 2 ലക്ഷം 3 ലക്ഷം രൂപ ഇവരെ അറിയിച്ചില്ല. ഈ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്നതാണ്. അച്ഛൻ കൊടുത്ത അല്ലെങ്കിൽ അവർ സമ്പാദിച്ച കുറച്ച് ആകെ ഉള്ള ഒരു പെൺകുട്ടിയുടെ സമ്പാദ്യമാണത്. അപ്പം സ്വാഭാവികമായിട്ടും വീട് ലീസിനാണ് ഇവർ താമസിക്കുന്നത്. അപ്പൊ ലീസിനെടുത്ത വീട്ടില് ഇവന്റെ പേരിലേക്കാണ് ഈ 2.5 ലക്ഷം രൂപയ്ക്കാണ് ലീസിനെടുത്ത് താമസിക്കുക. അപ്പൊ 2 ലക്ഷം രൂപ ഇവന്റെ പേരിലാണ് കിടക്കുന്നത്. അമ്മയുടെ പേരിലേക്കാക്കി മാറ്റി കൊടുക്കണം. അതുകൂടാതെ ഈ പറയുന്ന പോലെ പെൺകൊച്ചിന് സ്വർണം എടുത്തു കൊടുക്കണം. ഇതൊന്നും ഇവൻ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ തമ്മിൽ തർക്കങ്ങളായി. സ്വാഭാവികമായിട്ടും ഒറ്റ ദിവസം കൊണ്ടായ പ്രശ്നങ്ങളല്ല ഇതൊന്നും. സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മകൻ കല്യാണം കഴിക്കുന്നു, ഭാര്യയുടെ ഇഷ്ടങ്ങൾ ചോദിക്കുന്നു, ഭാര്യയുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അമ്മ പറയും, അമ്മയുടെ തോന്നലാണ്, അമ്മയുടെ മോളെ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് മകൻ പറയും. ഇത് എല്ലാ വീടുകളിലും നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഫാമിലി ആകുന്നതെന്ന് വാദിക്കുന്നവരും ഉണ്ട്. ഓക്കെ, പക്ഷേ ഇതൊക്കെ നമ്മുടെ വീടിനുള്ളിൽ നിൽക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് പ്രശ്നങ്ങൾ തുടക്കമിടുന്നത്. അങ്ങനെ പെൺകുട്ടി ഉപദ്രവിക്കുന്നു. ഇവന്റെ ഈ പ്രശ്നങ്ങളെല്ലാം പരസ്പരം എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ കാര്യവും രാത്രി ഈ അമ്മയും മോളുമാണ്. അപ്പോൾ അവർ രാത്രി സ്ത്രീ ജനങ്ങളല്ലേ. ഇവൻ രാത്രി വന്ന് എല്ലാ ദിവസവും ഈ സ്വർണത്തിന്റെ പേരിൽ ഇവന് അവിടെ ഈ ലീസിന് കൊടുത്തിരിക്കുന്ന പൈസ ഇവന് കിട്ടണം. അപ്പൊ അത് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ എടുത്ത് എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ബഹളമാണ്. നാട്ടുകാർക്കൊക്കെ അറിയാം. അതോടുകൂടി അമ്മ പറഞ്ഞു, രാത്രി നീ വീട്ടിലേക്ക് വരവ് നിർത്തിക്കോളാൻ പറഞ്ഞു. സാക്ഷി പറഞ്ഞു. കാരണം ഒരു ദിവസം രാവിലെയാണ് ഇതും പറഞ്ഞ് ഇത് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു ദിവസം രാവിലെ വന്ന് ഇവൻ ഈ പെൺകൊച്ചിനെ ഉപദ്രവിക്കുന്നത്. എന്തോ പറഞ്ഞതിന് ഇവൻ പ്രകോപിതനാകുന്നു. പക്ഷെ ഭാഗ്യത്തിന് അവള് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവന്റെ സംഭാഷണങ്ങളും ഇവന്റെ കാര്യങ്ങളും ഒക്കെ അല്ല, അത് അവന് തിരിച്ചു കൊടുക്കണം. അവൻ മേടിച്ചു കൊടുത്ത ഫോണാണെന്ന് എന്തൊക്കെ ആരോപിക്കുന്നുണ്ട്. അവളെ ഫോണ് കൈയോടുകൂടി അവൻ വീഡിയോ എടുക്കുന്നു. അതോടുകൂടി ഇവന്റെ ത്രെഡ്, കാരണം ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഇവന്റെ എല്ലാ ഇമേജും പോകുമെന്ന് ഇവൻ അറിയാം. കാരണം ആ അമ്മയും മോളും പല ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനില്ല, ഞങ്ങളൊരു യൂട്യൂബർ അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. മറിച്ച് ഇവന്റെ ഒറിജിനൽ സ്വരൂപം പുറത്ത് കാണിച്ചാൽ ഇവന്റെ ആ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ പ്രശ്നേഷ എന്ന് പറഞ്ഞാലും കുറേ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവന്റെ ഇമേജ് അങ്ങ് പോകും. അത് മേടിച്ചെടുക്കാനാണ് ഇവൻ പിന്നീടുള്ള ആക്രമണം കാര്യങ്ങളൊക്കെ കാണിച്ച് പെൺകുച്ചിനെ കഴുത്തെ കുത്തി പിടിച്ചെന്നോ മുടിക്ക് കുത്തി പിടിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടുകാർ ഓടി വന്നിട്ടാണ് ഇവൻ കഴുത്തേന്ന് പെൺകുച്ചിന്റെ അമ്മ പറഞ്ഞിട്ട് ഇവൻ വിട്ടില്ല. അങ്ങനെ ആ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന 2-3 സ്ത്രീകൾ സാക്ഷി പറയുന്നുണ്ട്, മാധ്യമപ്രവർത്തകരോടും പറയുന്നുണ്ട്. അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി. അതെല്ലാം അവിടെ കഴിഞ്ഞു. എന്നിട്ട് അവരും ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം, ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറെ നാളുകളായാലും പിന്നെ എന്താണ് ഇപ്പൊ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഇവൻ പ്രശ്നങ്ങൾ പൊക്കിക്കൊണ്ട് വന്ന് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ആ പെൺകുട്ടി കരയായിരുന്നു. ഈ രോഹിത്തിന് അയാളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സ്വസ്ഥമായിട്ട് കഴിയുന്നവരുടെ സമാധാനം ഇല്ലാതാക്കുന്നത്, ആവശ്യം നേടിയെടുക്കുന്നവരെ ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടായി പോയി പുള്ളിക്ക്. അതുകൊണ്ടാണ് അത് കൂടാതെയാണ് അവർ പറഞ്ഞത്,
എൻ്റെ ഫാമിലി ഈ പെൺകുട്ടി അതായത് രോഹിത്തിന്റെ അമ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നേഷിന്റെ അമ്മ പറയുന്നത് ആ പെൺകുഞ്ഞിനെ ഉപദ്രവിച്ചു, അതെല്ലാം അവർ ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണം. ഈ പറയുന്ന ഒറ്റയ്ക്കിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലീസിനെടുത്തിരിക്കുന്ന വീടിന്റെ പൈസ അതും കൊടുക്കണം, അല്ലെങ്കിൽ അത് അവരുടെ പേരിലേക്ക് ആക്കി അമ്മയുടെ പേരിലേക്ക് ആക്കി മാറ്റി കൊടുക്കണം. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫാമിലി വിഷയങ്ങൾ. നമ്മളിതൊക്കെ ഇവിടുത്തെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തന്നെ ജാള്യത തോന്നാറുണ്ട്, ഇതൊക്കെ എന്തിനാണ് നമ്മളൊരു ചാനൽ വന്നിട്ട് ചർച്ച ചെയ്യുന്നത്. പക്ഷേ എല്ലാ വ്ളോഗേഴ്സിനും ഇതൊരു പാഠമാണ്. കാരണം ആൾക്കാരെ വെറും മണ്ടന്മാരാക്കുന്ന ഒരു ആൾക്കാർക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർക്ക് കാര്യം മനസ്സിലായി. കാരണം ഇപ്പൊ പ്രശ്നേഷിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർക്കറിയാം. അവർ തന്നെ വന്നിരുന്ന് മാപ്പ് പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ. അതും ഒരു അതുവരെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ആംഗിളാണ് ഈ പറയുന്നത്. ആ കുട്ടിയുടെ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി. ഒരു പ്രായപൂർത്തിയായ കുട്ടിക്ക് കൊടുക്കേണ്ട പ്രിവിലേജ് കൊടുക്കാതെ അവളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി. അപ്പോഴും പാടില്ലായിരുന്നു. ഇൻഡയറക്ടർ കൊട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോ സ്വന്തം അമ്മയോടും അനിയത്തിയോടുമാണ് പ്രശ്നേഷ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും നിയമം ചില സമയത്ത് ഈ കളി കാര്യമാവെന്ന് പറയുന്ന പോലെ കയ്യാങ്കളി കാര്യമായതാണ് ഇപ്പോൾ പ്രശ്നേഷ് നെട്ടോടെ. പ്രശ്നേഷ് ശരിക്കും ഒന്ന് പേടിച്ചെന്ന് ആ വീഡിയോയിൽ നോക്കി ജീവൻ കയ്യിലെടുത്ത് ഓടിയെന്നൊക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. ഞങ്ങൾ അവസാനം ഞാൻ എല്ലാ കാര്യങ്ങളും എന്റെ വീടിന് വേണ്ടി സമയം കളഞ്ഞ് ആരോഗ്യം കളഞ്ഞ് ഓടിയിട്ട് അവസാനം വീട്ടുകാർ തള്ളി പുറത്താക്കി എന്നുള്ളതാണ് പ്രശ്നേഷിന്റെ വാദം. എന്തായാലും മുൻകൂർ ജാമ്യം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എന്തായാലും പ്രശ്നേഷ് വീണ്ടും തല പൊക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും കേസാകുമോ എന്നുള്ള പേടിയും സംസാരത്തിലുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും വിട്ടു പറയാനായിട്ട് തയ്യാറാവുന്നില്ല. ഇനി കോടതിയുടെ പരിധിയിൽ നിൽക്കുന്ന കേസായതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ഡിഫോമേഷൻ വരുത്തി വെക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും സംസാരത്തിന്റെ കുറച്ചൊരു സഭ്യത പ്രശ്നേഷന് കൈവന്നിട്ടുണ്ട്. എന്തായാലും ഇനിയും ഇതേപോലുള്ള കണ്ടന്റുകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അലക്കുന്ന വ്ളോഗേഴ്സ് നിന്ന് ശ്രദ്ധിക്കുക. കാര്യം മലയാളികൾ അത്ര പൊട്ടന്മാരൊന്നുമല്ല. മലയാളികൾ കൃത്യമായിട്ട് ഡ്രാമ ഏതാണ് പ്രശ്നം ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ ബുദ്ധിയുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു അംബീഷൻ സ്വന്തമാക്കാനായിട്ട് നിങ്ങളുടെ ഫാമിലിയെയും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെയും ഒക്കെ അവഹേളിക്കുന്ന രീതിയിലേക്ക് വീഡിയോ ഒരു സീരിയസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇനിയെങ്കിലും പ്രശ്നേഷിന്റെ പാഠം ഉൾക്കൊണ്ട് പാഠം മനസ്സിലാക്കുക.